IPL മനോരോഗി. നമ്മൾ വിചാരിച്ചതുപോലെ മുംബൈ ഫാൻസും ചെന്നൈ ഫാൻസും അല്ല, പിന്നെ അത് RCB ഫാൻസാണ്. മുംബൈയുടെയും ചെന്നൈയുടെയും ഫാൻസ് തമ്മിൽ തല്ലുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയായിരുന്നു, ഉള്ളിൽ ആഹ്ലാദിക്കുകയായിരുന്നു. പക്ഷെ അതാരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. അങ്ങനെയാണ് ഒരു ദിവസം സാല സുരേഷുമായി ഞാൻ ട്രോഫി റൂമിലെത്തിയത്. അവിടെ വെച്ച് സുരേഷിൻ്റെ കണ്ണിൽ ഒരു തരം കണ്ണുകടി എനിക്ക് അനുഭവപ്പെട്ടു. വേദനയോടെ അവിടെ വെച്ച് ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന മനോരോഗി സുരേഷാണെന്ന്. IPL ഒരു ചായക്കപ്പ് വരെ കിട്ടാത്ത കാര്യം പറഞ്ഞ് സുരേഷിനെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. സുരേഷ് പ്രതികരിച്ചു, അതിശക്തമായി, അസാധാരണമായി. അത്യപൂർവമായ ഒരു അസൂയയുടെ അഗ്നികുണ്ഡങ്ങൾ സുരേഷിൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് അന്ന് ഞാൻ ആദ്യമായി കണ്ടു. സുരേഷിൻ്റെ അസുഖം അതാണ്. IPL തുടങ്ങുമ്പോൾ സാല സുരേഷ് കപ്നംഡു സുരേഷായിട്ട് മാറുന്നു. IPL സീസൺ ആകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. ബാക്കിയുള്ള സമയങ്ങളെല്ലാം പാവങ്ങളെ പോലെ നടക്കുന്ന ഇവർക്ക് IPL 2 മാസം ഇവരാണ് ഈ കപ്പെടുക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത വരും. ഈ സീസൺ നമ്മൾ കപ്പെടുകൂടാ, ഈ സീസൺ നമ്മൾ കപ്പടിക്കൂ, ഈ സാല നമ്മുടെ. ഇത് നടക്കാതെ വരുമ്പോൾ അവർ പ്രതികരിക്കുന്നു. അവർക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്, അവർക്ക് കപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കുന്നു. എടാ കപ്പില്ലെങ്കിൽ എന്നടാ എന്റർടൈൻമെന്റ് ഉണ്ടോ? നമുക്ക് എന്റർടൈൻമെന്റ് അത് മതി. RCB കപ്പെടുക്കുന്നതും സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന സുരേഷ് ട്രോഫി റൂമിൽ നിന്നും ട്രോഫി എടുത്ത് അത് IPL ട്രോഫിയാണെന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ചിന്നസ്വാമിയിലെ കോഹ്ലിയാണെന്ന് സ്വയം വിചാരിച്ച് ഗ്രൗണ്ടിന് ചുറ്റും ഓടുന്നു. പകൽ സമയങ്ങളിൽ ബാക്കി ഫാൻസിന്റെ കൂടെ നടന്ന് നിങ്ങൾ പോലും അറിയാതെ ട്രോൾസ് ഉണ്ടാക്കുന്നു. രാത്രികാലങ്ങളിൽ കപ്പ് ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത സുരേഷ് 16 കപ്പ് ചുറ്റും വെച്ച് നൃത്തം ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ താനാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം പാവം സുരേഷ് അറിയുന്നില്ല. സുരേഷിനെ എനിക്ക് സഹായിക്കണമെങ്കിൽ അവൻ്റെ ബാല്യകാലത്തെ പറ്റി എനിക്കറിയണമായിരുന്നു. ഈ ക്ലബിൻ്റെ വലിയ ട്രോഫി റൂമിൻ്റെ അകത്തളത്തിൽ ചെന്നൈയുടെയും മുംബൈയുടെയും ഫാൻസിൻ്റെ കൂടെ കപ്പില്ലാതെ വളർന്ന സുരേഷിനെ പറ്റി ഞാൻ അറിഞ്ഞു. അവന് 10 വയസ്സ് തികയും മുന്നേ ടീമിനെ വലിച്ചെറിഞ്ഞ ഒളിവിലേക്ക് പോയ വിജയ് മല്യ. ഡിവില്ലിയേഴ്സും ഗെയിലും കോഹ്ലിയും കപ്പെടുക്കുന്നതും കാത്ത് അവൻ ഓരോ സീസണും കാത്തുനിന്നു. പ്രിയമുള്ളോരീ സാല നമ്മുടെയാണെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. സാലകൾ 16 വഴി തെറ്റിപ്പോയിട്ടെന്നൊരു നാളും കിട്ടാതെ ട്രോഫി, അതിനായി മാത്രമായി കിങ്ങിൻ്റെ പേരിൽ ഞാൻ വഴിപാടു തീർക്കാറുണ്ടല്ലോ. 2016 സുരേഷ് SSLCക്ക് പഠിക്കുന്ന കാലം. RCB ഫൈനലിൽ താകൃതാളം നല്ല താകൃതാളം പാടി അടിപൊളിയായി തോക്കുന്നു. പിറ്റേന്നത്തെ കണക്ക് പരീക്ഷയിൽ കപ്പിന്റെ വോളിയം അളക്കാനുള്ള ചോദ്യം കണ്ട് ചോദ്യപേപ്പർ കീറി വലിച്ചോടിയ സുരേഷിനെ അവിടുത്തെ ടീച്ചേഴ്സ് ഇന്നും ഓർക്കുന്നു. അതായിരുന്നു സുരേഷിനുണ്ടായ ആദ്യത്തെ സൈക്കിക് ഇൻസിഡന്റ്. കിട്ടൂല എന്നോതി പിരിഞ്ഞു പോയെല്ലാരും അറിയാം അതെന്നാലുമെന്നും, അതിനായി ഞാൻ എൻ്റെ സ്റ്റേഡിയം എപ്പോഴും പകുതിയെ ചാരാറുള്ളല്ലോ. 2016 മുതൽ 2024 വരെയുള്ള സീസണുകളിൽ ഈ സാല കപ്പ് നമ്മുടെ എന്ന പതിവ് പല്ലവിയുമായി സുരേഷ് ഒതുങ്ങിക്കൂടുന്നു. എന്നാൽ എല്ലാം മാറി മറിഞ്ഞത് RCBയുടെ വിമൻസ് ടീം കപ്പെടുത്തപ്പോഴാണ്. വിനയാത്ത നേരത്തൻ RCB ഗ്രൂപ്പിൽ കപ്പെന്ന് കേട്ടതുപോലെ വിമൻസ് ടീം കപ്പെടുത്ത സ്ഥിതിക്ക് ഈ സാല മെൻസ് ടീം കൂടി കപ്പെടുക്കുമെന്ന് സുരേഷ് ഉറപ്പിക്കുന്നു. എന്നാൽ RCB പ്ലേ ഓഫിൽ പതിവ് തെറ്റിച്ചില്ല. രാജസ്ഥാൻ റോയൽസിനോട് മുമ്പാവ ആമ്പലാവുന്നു. ഇതോടുകൂടി സുരേഷിന്റെ ഉള്ളിലെ നമ്രു പൂർണ്ണമായും സുരേഷിനെ കീഴടക്കുകയാണ്. ഇപ്പോൾ 16 കപ്പ് സ്വന്തമായുള്ള ടീമിന്റെ ഫാനാണെന്ന് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സുരേഷ്.